This is the future. Evolution. This is the future. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണ ഒരു സൈക്കിളാണ് കേട്ടോ. ഞാനൊരു 2-3 ദിവസം മുന്നേ ഒരു സൈക്കിൾ മേടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ പോലെ ആണെന്ന് ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ സൈക്കിള്. ഫ്രോഗിൻ്റെ റാപ്റ്റർ എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ. അത് ഫ്രോഗിൻ്റെ റാപ്റ്റർ. ആദ്യം തന്നെ ഈ സൈക്കിളിൻ്റെ കളറ്, ഈ കളറിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് നമ്മൾ ഫോണിലൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ലൈറ്റ് കളർ പോലെയാണ് നമുക്ക് തോന്നുക, കുറച്ച് മങ്ങിയ പോലത്തെ കളറാണ് തോന്നുക. പക്ഷേ ഇത് ശരിക്കും നല്ല ഡാർക്കായിട്ടുള്ള കളറാണ്. ശരിക്കും കാണുമ്പോൾ നല്ല ഡാർക്കായിട്ടുള്ള കളറാണ്. ഇതിൽ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രോഗിൻ്റെ റെഡ് ഡെവിൽസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രോഗിൻ്റെ ഒരു ബാഡ്ജിങ്, ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം സൈസ് വരുന്നത് 17.5 കേട്ടോ. 17.5 ഫ്രെയിം സൈസ്. ഫ്രണ്ടിലൊരു ഫ്രോഗിൻ്റെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ അതേപോലെ തന്നെ ഷിമാനോ ഒക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ. പിന്നെ പറയേണ്ട ഒരു സംഭവമാണ് ഈ സൈക്കിളിൻ്റെ ഗിയർ. ഇതിൻ്റെ ഗിയർ വരുന്നത് ഷിമാനോയുടെ തന്നെ ടൂർണി എന്ന് പറഞ്ഞ ഗിയർ സെറ്റാട്ടോ. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. നല്ല ഗിയേഴ്സ് സ്റ്റാർട്ടിങ് വരുന്നത് ടൂർണിയുടെയാണ്, ഷിമാനോയുടെ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലത്തെ ഡിറൈലർ വരുന്നത് ടൂർണിയുടെ ഗിയറാണ്. പിന്നെ ഫ്രണ്ടിലും ടൂർണിയുടെ തന്നെ ഗിയർ സെറ്റാണ് വരുന്നത്. ഇതിൻ്റെ ക്രാങ്ക് വരുന്നത് ഷിമാനോയുടെ തന്നെ ക്രാങ്കാണ് ഈ സൈക്കിളിൽ വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിന് ബാക്കിലൊരു മഡ് ഗാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഊരി വെച്ചതാണ്. ഇതിൻ്റെ ടയേഴ്സൊക്കെ നൈലോണാണ് കേട്ടോ. നൈലോൺ ടയേഴ്സാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. പിന്നെ ഇതിൻ്റെ അലോയ്സ് ഇതിൻ്റെ റിമ്മ് അലോയാണ് കേട്ടോ. റിംസ് വരുന്നത് അലോയ് റിംസാണ്. വെയിറ്റ് കുറവുള്ള റസ്റ്റ് ഫ്രീ അലോയ് റിംസാണ് നമ്മുടെ ഈ സൈക്കിളിന് വരുന്നത്. പിന്നെ സീറ്റിന് ക്യുക്ക് റിലീസ് വരുന്നുണ്ട് കേട്ടോ. സീറ്റ് ജസ്റ്റ് നമ്മളിതൊന്ന് ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് താഴ്ത്താം, ഹൈറ്റ് കൂട്ടാം, അങ്ങനത്തെ പരിപാടികളുണ്ട്. നട്ടും ബോൾട്ടൊന്നുമില്ല, ക്യുക്ക് റിലീസ് ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിൽ സ്റ്റീലാണ് കേട്ടോ. സ്റ്റീൽ ഹാൻഡിലാണ് നമ്മുടെ സൈക്കിളിൽ വരുന്നത്. അതേപോലെ ബെല്ല് വെറൈറ്റി ഒരു ബെല്ലാണ് കേട്ടോ. ഇപ്പോഴത്തെ ബെല്ലൊക്കെ എങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഹെഡ്സെറ്റ് വരുന്നത് നെക്കോടെ ഹെഡ്സെറ്റ് കേട്ടോ. നെക്കോടെ ഹെഡ്സെറ്റും സസ്പെൻഷൻ വരുന്നത് സൂമിൻ്റെ സ്പ്രിങ് ഫ്രീ സസ്പെൻഷനാണ് നമ്മുടെ സൈക്കിളിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം വരുന്നത് സ്റ്റീലാണ് കേട്ടോ. സ്റ്റീൽ ഫ്രെയിമാണ് നമ്മുടെ സൈക്കിളിൽ വരുന്നത്. അതേപോലെ ഇത് മിഗ് വെൽഡഡാണ്. ഇതിൻ്റെ വെൽഡിങ് ഒക്കെ വരുന്നത് മിഗ് വെൽഡിങ് ആണ് നമ്മുടെ ഈ സൈക്കിളിൽ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഫ്രണ്ടിലൊക്കെ നോക്കിയാൽ കാണാം, ഇങ്ങനെ 2 കുറ്റി കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് ഒരു കുറ്റി കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ അതേപോലെ ഇതുപോലെ 2 കുറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പഴയ സൈക്കിൾസിലൊക്കെ പോലെ ബ്രേക്ക് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ പിടിക്കുന്ന ബ്രേക്ക് ഉണ്ടാവുമല്ലോ പണ്ടത്തെ സൈക്കിളിൽ, അത് വെക്കാനുള്ളൊരു അഡീഷണൽ ഓപ്ഷനായിട്ടാണ് ആ സംഭവം കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സൈക്കിളിൽ എക്സ്ട്രാ വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബോട്ടിൽ ഹോൾഡറാണ്. ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. അതേപോലെ ഇതിൻ്റെ ഷിഫ്റ്റേഴ്സ് വരുന്നത് ഷിമാനോയുടെ ഷിഫ്റ്റേഴ്സാണ്. 21 സ്പീഡാണ് ഈ സൈക്കിള്. പിന്നെ അതേപോലെ ഇതിൻ്റെ ഡിസ്ക് മെക്കാനിക്കൽ ഡിസ്ക്കാണ് കേട്ടോ. മറ്റേ ഫ്ലൂയിഡ് എന്നുള്ള ഡിസ്ക്കൊന്നുമല്ല, മെക്കാനിക്കൽ ഡിസ്ക്കാണ് നമ്മുടെ ഈ സൈക്കിളിൽ വരുന്നത്. അതേപോലെ ഇത് റോട്ടിൽ ഓടിക്കുന്നതിനകത്തേക്കും കുറച്ചുകൂടി സുഖം ഈ കണ്ടത്തിലും അതേപോലെ ഓഫ് റോഡ് ഓടിക്കാനാണ് ഇത് കുറച്ചും കൂടി ഒരു സുഖം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. റോട്ടിൽ ഓടിക്കുമ്പോൾ ഇതിൻ്റെ ടയേഴ്സ് അങ്ങനത്തെ ടയേഴ്സ് ആയ കാരണം തോന്നുന്നു, ഇങ്ങനെ ഓഫ് റോഡ് ടയേഴ്സ് ആയ കാരണം തോന്നുന്നു. റോട്ടിൽ ഓടിക്കാനത്തെ ഒരു സുഖം ഈ പറമ്പിലൂടെയും ഇതിലൂടെയൊക്കെ ഓടിക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. പിന്നെ ഇതിൻ്റെ ഗ്രിപ്പ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രിപ്പാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു പിടുത്തുള്ള ഗ്രിപ്പാണ്. ബ്രേക്സൊക്കെ നല്ല ഫങ്ഷനിങ് ആണ് കേട്ടോ. നല്ല ബ്രേക്സൊക്കെയാണ്. ഇതിൻ്റെ സീറ്റ് കുറച്ച് ഹാർഡാണ് കേട്ടോ. കുറേ നേരമൊക്കെ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരു കംഫേർട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഒരു ജെല്ലി കവറാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഷൻ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ബാക്കിലൊരു റിഫ്ലക്ടർ വരുന്നുണ്ട് കേട്ടോ. ഉണ്ട്. ഇവിടെ ഒരു മഡ് ഗാർഡ് ഉണ്ടായിരുന്നു, ഞാൻ ഊരി വെച്ചു. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചുമ്മാ അതൊന്ന് ഊരി വെച്ചു.
അപ്പോൾ അതൊക്കെയാണ് ഈ സൈക്കിളിൻ്റെ കാര്യങ്ങൾ. ഇത് ഞാൻ വാങ്ങിയത്, ഇതിൻ്റെ MRP വരുന്നത് ശരിക്കും 16,700 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. പക്ഷേ എനിക്കിത് കുന്നംകുളത്തെ ഒരു സൈക്കിൾ കടയിൽ നിന്ന് നമുക്കിത് ഒരു 16,000 രൂപയ്ക്ക് ഞാൻ ഈ സൈക്കിൾ എടുത്തു. അപ്പോൾ അതൊക്കെയാണ് ഈ സൈക്കിളിൻ്റെ വിശേഷങ്ങൾ. ഇതിൻ്റെ കുറച്ച് ട്രയൽസ് ഞാൻ ചെയ്തിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ആക്കുക. അപ്പോൾ ബൈ.